നിനക്ക് വീട്ടിലും നാട്ടിലും നിർത്താൻ പറ്റാതെ ആകുമ്പോ വന്ന് നിൽക്കും, തൊപ്പിയും കുന്തവും കുറുവടിയായിട്ട്. നീ വണ്ടി ഒരു സ്ഥലത്തോട്ട് മാറ്റണ്ട. അവൻ എന്താ ചെയ്യാൻ പോണെന്ന് ഞാൻ നോക്കട്ടെ. എന്താടാ എന്താ തല്ലണോ? എനക്ക് തല്ലണോ? ഇഡിജിന്റെ നെഞ്ചാങ്കലക്കും പന്നി. ഒരു സെക്യൂരിറ്റി മാറിക്കാ ഊളെ. അതെ, ഇന്നലെ അയച്ചില്ലേ ഈ മെസ്സേജ്? ഭാര്യ കണ്ടു. അതിനെന്താ, ഞാൻ വൃദ്ധന്മാരെ സ്നേഹിക്കാന്നല്ലേ അതിൽ എഴുതിയിട്ടുള്ളൂ അല്ലേ? അവൾ എന്നെ എപ്പോഴും ഇപ്പോൾ പറയണത് ഞാൻ വയസ്സായി പോയി എന്ന്. വയസ്സാം കാലത്ത് ഇനിയിപ്പോൾ ഇതാണെന്നുള്ള എനിക്ക് സാറിന് വയസ്സായി എന്നാ പറയണേ? എന്ത് തോന്നിവാസമാണ് ഇവിടെ നടക്കണ? എന്താണ് നിങ്ങളുടെ ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ? അതെന്താ വെച്ചാൽ പാരിജാത, ഇത് എൻ്റെ പേഴ്സണൽ പെങ്ങളെ പോലെയാണ്. സ്റ്റാഫാണെങ്കിലും ഞങ്ങൾ വേറൊരു വലിയ കാര്യം, പുതിയൊരു വർക്കിന്റെ ഡിസ്കഷനിൽ നിൽക്കുകയായിരുന്നു. നിങ്ങളൊരു സെക്യൂരിറ്റിനെ ഇവിടെ നിർത്തിയിട്ടുണ്ടാ? ഞാൻ വന്നപ്പോ എന്റെ വണ്ടി ഇവിടെ ഇടാൻ പറ്റൂല എന്ന്. ഞാൻ വരണ ബുദ്ധിമുട്ടാണെങ്കിൽ മന്മഥൻ സാറ് പറ, ഞാനിവിടെ വരാതിരിക്കാം, ഞാൻ പോയിക്കോളാം. എന്തിരിക്കണത്? മാന്യമാര് ഇൻസൾട്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ഉദ്യോഗസ്ഥര്? ഞാൻ ബ്രീത്ത് എടുത്തോട്ടെ, ഇരിക്കെ. അതെ, പിന്നെ അയാളെ കൊണ്ട് വലിയ ശല്യമായിട്ടിരിക്കുകയാണ്. പണ്ടോ വിളിക്കേ. എനിക്കുണ്ട് സ്റ്റാഫും ഉദ്യോഗസ്ഥരും ഒക്കെ. അവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ഗസ്റ്റ് വന്നാൽ സല്യൂട്ട് അടിക്കും. ഇയാൾ എനിക്ക് സല്യൂട്ട് അടിച്ചില്ലെന്ന് മാത്രമല്ല, എന്നെ ന്യായം പഠിപ്പിക്കണേ. അയാൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറ്റമുണ്ടെങ്കിൽ സോറി കേട്ടോ. ഞാൻ വേറൊരു ടെൻഷനിലായിരുന്നു, അപ്പൊ അതിന്റെ ഒരു ഇതിൽ നിൽക്കുക. ഓക്കെ, ഇതിൽ ഞാൻ നടപടി എടുക്കും, ടെൻഷൻ വേണ്ട. സാർ വിളിക്കുന്നുണ്ട്. എന്താ മേഡം? എന്താന്ന് അറിഞ്ഞാലാണോ വരുള്ളൂ? അല്ല, കിട്ടാള് വേഗം വന്ന് മേടിച്ചോ, വേഗം വാ. താൻ ആരാണെന്നോ തന്റെ വിചാരം? ഈ സാറിനെ താൻ കണ്ടിട്ടില്ലേ ഇതിനു മുമ്പ്? എന്തിനാണ് സാറിന്റെ വണ്ടി തടഞ്ഞതാൻ? തടഞ്ഞല്ലേ സാർ, പാർക്കിങ്ങിലേക്ക് ഇടാൻ. അയാൾ എന്നെ അറിയൂല. പാരിജാത അസോസിയേഷന്റെ ഈ പാരിജാതൻ സാറിനെ തനിക്ക് അറിയില്ല. കുറെ നാളല്ലേ താൻ ഇവിടെ ജോലി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണേ. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേടോ? താൻ ആൾക്കാരുടെ മുമ്പ് എന്നെ മോശക്കാരനാക്കൂടോ? താൻ വെറും സെക്യൂരിറ്റിയാണ്, വെറും ചീണ് സെക്യൂരിറ്റി. അല്ലാതെ ഇയാളും SIO CIO ഒന്നും അല്ല അഹങ്കാരം കാണിക്കാൻ. വണ്ടി മാറ്റിയിടാൻ പറഞ്ഞ് താൻ ആരാടോ? അല്ല സാർ, ഞാൻ സാറ് ഡോറിന്റെ നേരെ ഇടരുതെന്ന് പറഞ്ഞിരുന്നു. എടോ, അത് ഞാൻ ആരാ? ഇതാരാ? ആളും തരും മനസ്സിലാക്കി പെരുമാറണം. അതിനാണ് തനിക്ക് ശമ്പളം തന്നെ ഇവിടെ നിർത്തിക്കണേ. കുന്തം പിടിക്കും പോലെ നിൽക്കാനല്ല. താനെ പ്യാരിജാത സാർ വന്നൊരു സെല്യൂട്ട് അടിച്ചോടാ. ഒരു സെല്യൂട്ടൊക്കെ അടിക്കടോ സെല്യൂട്ട്. അയ്യോ, അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞ് അടിക്കണോ സെല്യൂട്ട്? താൻ ആഹാരമൊന്നും കഴിച്ചില്ല, ഒന്നും വിഴുങ്ങിയില്ലേ അകത്തോട്ട്. അങ്ങോട്ട് ആരോഗ്യത്തോടെ സെല്യൂട്ട് അടിക്കണം. അപ്പൊ അറിയാലോ. സാറേ മതിയോ? മതി. അല്ല, അഹങ്കാരമാണ് സാറേ, നമുക്കിതിൽ കുറെ കിഴങ്ങന്മാരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു. മര്യാദക്ക് പറഞ്ഞാൽ ഞാൻ മാറ്റിയിടും. അഹങ്കാരമാണേ. ഒരെണ്ണം കൊടുത്തുകൂടായിരുന്ന കാരണക്കുറ്റി നോക്കിയിട്ട്. ഞാൻ സാറിനെ ഓർക്കണോ? അതൊന്നുമില്ല, കൊടുക്കാനുള്ള അങ്ങ് അപ്പ് കൊടുത്തോളണം ഇങ്ങനെയുള്ളമാർക്ക്. ശീതള, നിന്റെ മുതലാളി ഉണ്ട് അവിടെ? അവിടെ ഉണ്ട്. എന്റെ ജോലിയുടെ കാര്യം നീ സംസാരിച്ചാ? എന്നെ ഇപ്പൊ വിളിച്ചിട്ട് കുറെ വഴക്ക് പറഞ്ഞിരിക്കുക സൂത.
ഈ ഒരു സമയത്ത് നമുക്കത് ചോദിക്കാൻ പറ്റിയൊരു അവസ്ഥ അല്ല. അല്ലടാ, എന്നാലും നമുക്ക് രണ്ടാൾക്കും പോയിട്ടൊന്ന് ചോദിക്കാം. സോദാ, ആ. പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം അടുത്ത മാസം 16-ാം തീയതിയാണ്. അതെ. നമുക്കൊരു 10-ാം തീയതിയോടുകൂടെ ഒക്കെ ആയിട്ട് ചോദിച്ചാ പോരെ? അല്ല, അതല്ല, വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ജോലി അവർക്ക് കൊടുക്കില്ലേ? മുമ്പക്കൂട്ടി ചെന്ന് പറഞ്ഞാൽ അത് എനിക്ക് കിട്ടിയാലോ ഒരു ഗുണാവില്ലേ? നമുക്ക് ചോദിച്ചു നോക്കാന്നേ. ആ, ഇതാണോ പുതിയ മുതലാളി? അത് ശരി. അപ്പൊ നിനക്ക് മര്യാദയൊക്കെ അറിയാം. ഇത് അങ്ങാട് പോയപ്പോ കണ്ടില്ലല്ല. നീ വിചാരിച്ചിട്ട് എന്റെ വണ്ടി മാറ്റിയിടാൻ പറ്റിയ? അതേ, ഓരോരുത്തർക്കും ഒരേ നിലയും വിലയൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് പെരുമാറാൻ ആദ്യം പഠിക്കുക. പ്രായം ഉണ്ടായിട്ട് കാര്യമില്ല. മനസ്സിലായ ഞാൻ ആരാണെന്ന്? വണ്ടി എടുക്കടാ. ഇരുന്നോ. അല്ല ശീതള, ഇതെന്തായാലും ഇങ്ങനെയൊക്കെ പറയണം. എന്താണ്ടായേ? ഇവിടെ എങ്ങനെയൊക്കെയാടാ, അതുകൊണ്ടാ ഞാൻ. അല്ല, അത് മുതലാളിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. നീ പറഞ്ഞത് ശരിയായിട്ടുണ്ടാവില്ല, അതിന്റെ ദേഷ്യപ്പെടലാവും. എന്റെ കാര്യം ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ? സർ, ഉണ്ടോ? നമ്മൾ ഈ നിൽക്കുന്ന സുഗതൻ, അയാളെ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം. അതിൻ്റെ ലെറ്റർ ഒന്ന് റെഡിയാക്കണം. സർ, അടുത്ത മാസം 16-ാം തീയതി അല്ലേ പുതിയ ഓഫീസ് ഓപ്പൺ ആവുന്നത്? അല്ല, അവിടത്തേക്കുള്ള സെക്യൂരിറ്റി എല്ലാം ഓൾറെഡി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇവിടത്തേക്കാ. അപ്പൊ ഇയാളോ? അയാളങ്ങ് പറഞ്ഞു വിട്ടേക്ക്. ഈ യൂസ്ലെസ്സിനെയൊക്കെ എന്നേ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു. അതെ, താൻ നാളെ രാവിലെ ഒന്ന് ജോയിൻ ചെയ്യൂ. വേണ്ട സാറേ, ശീതളിന്റെ ജോലി കളഞ്ഞിട്ട് എനിക്ക് ഈ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി വേണ്ട. അതെ, ഇവിടെ ആരെ ജോലിക്ക് വെക്കണ്ട തീരുമാനിക്കുന്നത് ഞാനാ ഇവിടുത്തെ MD. തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ താൻ നാളെ വന്ന് ജോയിൻ ചെയ്യുക. എന്തായാലും ഇയാൾ ഇനി ഇവിടെ ജോലിക്ക് വരണ്ട കേട്ടോ. നീ സ്ഥാപനത്തിൽ MD ആയിരിക്കാം, പക്ഷെ ഇവിടെ ജോലി ചെയ്യണോ വേണ്ടത് തീരുമാനിക്കണതേ ഞങ്ങളാ. ഒന്നും ഉണ്ടായിരിക്കണ ചെയ്തളാ. താൻ എന്താണോ വിചാരിച്ചേ? സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണോ? ഇയാൾ ആരാന്നറിയണോ? എനിക്ക് 10-14 വർഷം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ആയിട്ട് നിന്നൊരു പട്ടാളക്കാരനാണ് ഇയാൾ. ജീവിത സാഹചര്യം കൊണ്ട് തന്റെയൊക്കെ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ആയിട്ട് നിന്നപ്പോ ഇയാളോട് തനിക്കൊക്കെ പുച്ഛം ഉണ്ടായിരിക്കണ ചെയ്തളാ. ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ തനിക്ക്? സുരക്ഷ. ഞങ്ങളെപ്പോലുള്ള പട്ടാളക്കാർ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ടാണ് താനൊക്കെ സമാധാനത്തോടു കൂടി ഇവിടെ കടന്നുറങ്ങുന്നത്. ഞങ്ങൾ ഈ സെക്യൂരിറ്റി ഗാർഡ്സിനെ ബഹുമാനിക്കൊന്നും വേണ്ട, പക്ഷെ നിന്ദിക്കരുത്. വേറെ ചെയ്ത മറിമായം